മക്കളെ, പ്ലസ് വണ്ണിൽ നിങ്ങളൊരു ഓണപരീക്ഷ ഒന്നും കറക്റ്റായിട്ട് എഴുതിയിട്ടില്ലല്ലേ? പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും പലതരത്തിലുള്ള എക്സാം പാറ്റേണിലുള്ള വ്യത്യാസങ്ങളും പലതരത്തിലുള്ള ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ. പക്ഷേ ക്രിസ്മസ് എക്സാം കുറച്ചധികം ടാസ്ക് നിറഞ്ഞായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലേക്ക് തന്നെ വരുമ്പോൾ ബയോളജീൻ്റെ കേസിലാണെങ്കിൽ ബോട്ടണിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ സെക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ബോട്ടണി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മോർഫോളജി വരെ ഏകദേശം നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ടഫസ്റ്റ് ലെവലിലുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോർഫോളജി കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് വരുന്നത് അനാട്ടമിയാണ്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കഴിഞ്ഞാൽ സെല്ല്, അതുപോലെ തന്നെ സെൽ സൈക്കിള്, പിന്നെ ഏറ്റവും തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്ലസ് 1, പ്ലസ് 2 നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു പ്ലസ് 1 തന്നെയാണ്. അപ്പോൾ ഈ വരുന്ന ഫോട്ടോസിന്തസിസ്, അവിടുത്തെ റിയാക്ഷൻസ്, സെൽ സൈക്കിളിലൊക്കെ പലതരത്തിലുള്ള സ്റ്റേജസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കണം. കുറേ ടേംസുകൾ മുന്നോട്ട് വരും, കുറേ തരത്തിലുള്ള പ്രോസസ്സുകൾ, അതിൻ്റെ ഘട്ടങ്ങൾ, അതിൻ്റെ പേരുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, നിങ്ങൾ 10th നിന്ന് വരുമ്പോൾ തന്നെ വലിയൊരു ടാസ്ക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരാനും എങ്ങനെയൊക്കെയാണ് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ക്ലിയർ കട്ട് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഗ്നി ബാച്ച് 3.0 നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ടെൻഷൻസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു 3.0 ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ആദ്യം മുതലേ നിങ്ങൾക്ക് ക്ലാസ്സസ് ലഭിക്കും. അതുകൂടാതെ റെക്കോർഡഡ് വീഡിയോസ്, പേൾ വീഡിയോസ്, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് കണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി ബയോളജിയുടെ കേസിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ബോട്ടണി, സുവോളജിയിൽ ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന പ്ലസ് 1 മിസ് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെ എഴുതണം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്ത് എഴുതേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു ആദ്യത്തെ പാറ്റേൺ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. ക്രിസ്മസ് എക്സാം അതുകൊണ്ട് തന്നെ കുറച്ചധികം ടഫ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ആകെ ഇനി ഒരു 2.5-3 മാസമേ ഉള്ളൂ. ഈ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾ സയൻസ് സബ്ജക്ട്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം കുറേ ലോഡ് തരത്തിൽ ചാപ്റ്റേഴ്സ് പഠിക്കാനും ഉണ്ട്. ഇവിടെ ഓരോ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. ക്രിസ്മസ് എക്സാം എങ്ങനെ നിങ്ങൾ എഴുതുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ വരുന്ന ബോർഡ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി, പ്ലാനൊക്കെ വെച്ച് തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഒട്ടും തന്നെ സമയം വൈകേണ്ട, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. സോ നോ ടെൻഷൻ, സെറ്റാക്കാം.